അപ്പൊ ഇന്ന് ലഞ്ചിന് സാമ്പാർ വെക്കാനായിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ച് കുക്കറിൽ പരിപ്പും വേവിക്കാൻ വെച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ പുളി ഒഴിച്ച് പരിപ്പും ചേർത്ത് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് സാമ്പാർ അങ്ങോട്ട് റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെച്ചായിരുന്നു. അതിനുശേഷം കാത്തോരൻ വെക്കാനായിട്ട് കടുക് വറുത്ത് കായം തട്ടി ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് വെള്ളം തെളിച്ച് അടച്ചു വെച്ച് വേവിച്ച് തോരന്റെ കൂട്ടും ചേർത്ത് തോരനും റെഡിയായി. അതിനുശേഷം കോവയ്ക്ക മെഴുക്കുവരട്ടിക്കായിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് അതിൽ കോവയ്ക്ക ഇട്ട് ഉപ്പും ചേർത്ത് ലേശം മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം തളിച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ട് നല്ലപോലെ വെന്ത് വരുമ്പോൾ മുളക് പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത കോവയ്ക്ക മെഴുക്കുവരട്ടിയും റെഡി. അതിനുശേഷം എക്സ്ക്രാമ്പിൾ ആണ്. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് സവാളയും പച്ചമുളകും 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ലേശം ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം പാനിൽ ലേശം കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട അതിലോട്ട് തട്ടി നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. എനിക്ക് നല്ല ഡ്രൈ ആയിട്ട് സ്ക്രാമ്പിൾ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് പൊതുവെ പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ഫുഡ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ ഫുഡ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു നേരമെങ്കിലും ചോറ് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ, കഴിക്കാറില്ല. വെയിറ്റ് ലോസ് ആയതുകൊണ്ട്, ഡയറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റത്തില്ല, ഒരു വിഷമമുണ്ട്. പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഓക്കെ. പിന്നെ എനിക്ക് 11 kg വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.